ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലീനിയർ സ്പാൻ. ഇനി ഡെഫിനിഷൻ നോക്കാം. ഈ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ലെറ്റ് എസ് ഈക്വൽ ടു x1, x2, x3 എക്സെട്ര xn with subset of a vector space V. The set of all vectors which are linear combination of vectors S is called linear span. It is denoted by എന്താണ്? സ്പാൻ ഓഫ് എസ്. ഒന്നുമില്ല, നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുന്നത് എന്താ സ്പാൻ ആക്കി എഴുതിയാൽ മതി. അപ്പോൾ സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു x1, x2, x3 എക്സെട്ര xn. സ്പാൻ എസ് എന്നാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആക്കി ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് ആൽഫ 3 x3 പ്ലസ് എക്സെട്ര ആൽഫ n xn. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്താണ്? സ്കേലേഴ്സ് ആണ്. ഇനി ഒരു തിയറം ഉണ്ട്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് let S equal to x1, s2, etc. xn with the subset of vector space V. The span of S, that is span S, is a subspace of V ആണ്. ഈ പ്രൂഫ്. ഡെഫിനിഷൻ ഓഫ് സ്പാൻ ഓഫ് എസ് എന്തായിരുന്നു? സ്പാൻ എസ് ഈക്വൽ ടു ആൽഫ 1 എക്സ് പ്ലസ് എക്സെട്ര ആൽഫ n xn. ആൽഫ 1ഉം ആൽഫ 2 ആർ സ്കേലേഴ്സ് ആണല്ലോ. ഇനി x1, x2, എക്സെട്ര xn എന്താണ്? ഇൻ V ആണ്. V is a vector space അല്ലെ? വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ക്ലോസ്ഡ് അണ്ടർ അഡീഷനും ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര ആൽഫ n xn ബിലോങ്സ് ടു V ഫോർ ഓൾ സ്കേലാർസ് ആൽഫ 1 എക്സെട്ര xn. Hence the span S is a non-empty subset of V. നമുക്ക് തെളിയിക്കാൻ എന്താണ്? span S is a subspace of V ആണ്. സബ്സ്പേസ് തെളിയിക്കാൻ എന്തായിരുന്നു? x പ്ലസ് y ബിലോങ്സ് ടു S ആയാൽ മതി. അതേപോലെ ആൽഫ ഇൻറ്റു എക്സ് ബിലോങ്സ് ടു എസ് കിട്ടിയാൽ മതി. ശരിയല്ലോ? പക്ഷെ ഇവിടെ ഫോർ എനി എക്സ് കോമ വൈ ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ് ആണ് അല്ലെ നമ്മൾ പറയുന്നത് അല്ലെ? സ്പാനസ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി തെളിയിക്കണം. അപ്പൊ ഇവിടെ എസ് അല്ല കിട്ടുന്നത് എന്ത് ചെയ്യുക? സ്പാൻ ഓഫ് എസ് ആണ്. അതേപോലെ ഇവിടെ സ്പാൻ ഓഫ് എസ്. ഇനി ഒരു എക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ ചെയ്താൽ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn. ഇനി ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആർ എന്താണ്? സ്കേലാർസ്. ഇനി y എന്ന ടേം അങ്ങനെ എഴുതാറുള്ളത് അല്ലെ? ഒരു ഓൾറെഡി നമ്മൾ എന്തായി ആൽഫ എടുത്ത ഒരു സ്കേലാർ. അപ്പൊ ബീറ്റ 1 എന്തായി? x1 plus beta 2 x2 plus etc. plus beta n xn. ഇനി beta 1, beta 2 etc. beta n എന്താണ്? ആർ സ്കേലാർ. ശരിയല്ലോ? ഇനി നമുക്കറിയാം ഫസ്റ്റ് കണ്ടീഷനായ എന്താണ്? എക്സ് പ്ലസ് വൈ ചെയ്ത് അല്ലെ? സ്പേസ് തെളിയിക്കാൻ. അപ്പൊ എന്തെയും എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn. y എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ 1 x1 പ്ലസ് ബീറ്റ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ n xn. ഇനി എന്ത് ചെയ്യാം? x1 ടേം ഒക്കെ ഒരുമിച്ച് ചെയ്ത് അപ്പൊ എന്താവും? ഇവിടെ ഒരു x1 ഉണ്ട്, ഇവിടെ ഒരു x1 ഉണ്ട്. അപ്പൊ x1 പുറത്തേക്ക് എന്താവും? ആൽഫ 1 പ്ലസ് ബീറ്റ 1 ഇൻറ്റു x1. ഇനി അടുത്തെന്ത് വരും? ആൽഫ 2 പ്ലസ് ബീറ്റ 2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര പ്ലസ് എന്തായും? ആൽഫ n പ്ലസ് ബീറ്റ n എന്തായി? xn. ശരിയല്ലോ? ഇനി ഇതെവിടെ ബിലോങ്സ് ടു എവിടെ ആയിരിക്കും? സ്പാൻ ഓഫ് എസിലായിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു അല്ലെ? ആൽഫ എക്സ് ആയിരുന്നു. അപ്പൊ ആൽഫ ഇതിന് പുറത്തേക്ക് എടുത്തു. ഈ എക്സ് നമ്മളെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ എഴുതുന്നു അല്ലെ? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n xn. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ 1 x പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ 2 x2 പ്ലസ് ഇവിടെ x1 ഉണ്ട് പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ 3 x3 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ n xn. ശരിയല്ലോ? ഇതെവിടെ ആയിരിക്കും? ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ് ആയിരിക്കും. ശരിയല്ലോ? അപ്പൊ എന്ത് പറയാം? ഫോർ അല്ലെ? ആൽഫക്ക് എന്ത് പറയാം ഇവിടെ? ഫോർ എനി സ്കേലാർ ആൽഫ. അപ്പൊ എന്ത് പറയാം? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഹെൻസ് ദി സ്പാൻ ഓഫ് എസ് ഈസ് സബ്സ്പേസ് ഓഫ് വി എന്ന് പറയാം. അടുത്ത ടോപ്പിക് ലീനിയർ ഇൻഡിപെൻഡൻസ് and linear dependence.
ഈ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ പറയുന്നത് ലെറ്റ് എസ് ഈക്വൽ ടു x1 x2 etc xn be the subset of vector space V. Consider linear combination of vectors of the set S equated to 0 vector. അപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ ലീനിയർ കോമ്പിനേഷനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ α1 x1 പ്ലസ് α2 x2 പ്ലസ് എക്സെട്ര α xn ഈക്വൽ ടു 0 അല്ലെ, ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ വെക്ടർ ആണ്. Now we solve the α1, α2, etc. αn. If the only solution is α1 equal to α2 equal to α3 equal to etc. αn equal to 0 ആവുമ്പോഴാണ് എല്ലാ ആൽഫ ഐകളും എന്താണ് 0 ആവുമ്പോഴാണ് ഓൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നതിനാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എല്ലാ ആൽഫയും 0 ആകുമ്പോഴാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. If there is a non-trivial solution, അപ്പോൾ non-trivial solution എന്ന് പറയുന്നപ്പോഴാണ് α1, α2, etc. αn എന്ന് പറയുന്നത് α1 not equal to 0, α2 not equal to 0, അല്ലെ, αn not equal to അറ്റ്ലീസ്റ്റ് ആൽഫൈസ് എന്താ എല്ലാം 0 അല്ലാത്ത വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വരുന്നതിനെ പറയുന്നത് എസ് എന്താ പറയുക, ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ്. ഇനി ലീനിയർ ഇൻഡിപെൻഡന്റ് സെറ്റിനെ ഷോർട്ട് ആക്കി എഴുതാറുണ്ട് എൽ ഐ എന്ന് എഴുതാറുണ്ട്. ഇനി ലീനിയർലി ഡിപെൻഡ് സെറ്റിനെ എൽ ഡി എന്ന് പറയാണ്ട് എഴുതാറുണ്ട്. ഇനി ലീനിയർ കോമ്പിനേഷനെ എൽ സി എന്ന് എഴുതാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി സെറ്റ് 2, 6, -4, 3, 9, -6 ഈസ് എ ലീനിയർലി ഡിപെൻഡന്റ് ഇൻ R3. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, let a comma b be the two real numbers such that, അപ്പോൾ നമ്മൾ ആ ലീനിയർ കോമ്പിനേഷൻ ചെയ്തപ്പോൾ തന്നെ ചെയ്തു പോകേണ്ടത് such that 2, 6, -4 അല്ലെ, ഒരു a എന്ന നമ്പർ a into 2, 6, -4 പ്ലസ് ഞാൻ എന്താ b into 3, 9, -6 ഈക്വൽ ടു ഇതെന്താണ് 0 വെക്ടർ. അവിടെ നമ്മൾ ഇവിടുത്തെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിടാതെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ, എക്സ് വൈ കോമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് തെളിയിക്കുമ്പോൾ ഈക്വൽ ടു 0 ആക്കിയിട്ട് ഇത് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടിരിക്കുക. അപ്പോൾ എന്താ ഇതിന് ഗുണിക്കുമ്പോൾ എന്താ 2a അല്ലെ, 6a -4a പ്ലസ് ഇവിടെ ഗുണിക്കുമ്പോൾ 3b 9b -6b. 0 വെക്ടറിന് എത്ര കമ്പോണൻസ് അത്ര എഴുതാം, 0 0 0 അല്ലെ, 1 2 3. അപ്പോൾ അങ്ങനെ 0 0 അല്ലെ, R3 ആയതുകൊണ്ട് ഇങ്ങനെ വരും 0, 0 അല്ലെ, എക്സ് വൈ സെഡ് എന്ന ടേം വന്നുകൊണ്ട് 0, 0. ഇനി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ 2a പ്ലസ് 3b ഈക്വൽ ടു 0. ഇനി അടുത്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6a പ്ലസ് 9b ഈക്വൽ ടു 0. അതിനെ മാറ്റി അല്ല, കോമൺ ആയിട്ട് ആരുണ്ട്, ഒരു ഇതിന് ഔട്ട് സൈഡ് എടുത്താൽ എന്താവും 2a പ്ലസ് 3b ഈക്വൽ ടു 0. ഇനി അടുത്തത് -4a -6b ഈക്വൽ ടു 0. ഇതിലൊരു മൈനസ് അല്ല, 2നെ ഔട്ട് സൈഡ് എടുത്താൽ എന്തായി 2a പ്ലസ് 3b ഈക്വൽ ടു 0. ഇവിടെ നോക്കുക, എല്ലാം ഒരേപോലെ തന്നെയാണ് വന്നത് അല്ലെ. അപ്പൊ ഇത് എന്ത് പറയാം, ഇൻഫിനിറ്റ് നോൺ സീറോ വാല്യൂസ് ഉണ്ടാവും എക്കും ബിക്കും. ഇവിടെ നിന്ന് എൻ്റെയും ബിനെയും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, 2a പ്ലസ് 3b ഈക്വൽ ടു 0 അല്ലെ, 2a ഈക്വൽ ടു -3b. എ എന്ന് പറഞ്ഞാൽ -3/2b ആണ്. ഇവിടെ ഇൻഫിനിറ്റ് നോൺ സീറോ വാല്യൂസ് ഫോർ എ ആൻഡ് ബി എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിക്ക് ഏത് വാല്യൂ കൊടുത്താലും എന്ത് കിട്ടും, എക്ക് വാല്യൂ കിട്ടും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിന്റെ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വാല്യൂ എന്താ 3/2 ഇൻറ്റു 1 എന്താ 3/2 കിട്ടും. ഈ ബിക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു 3/2 ഇൻറ്റു 2 പറഞ്ഞാൽ എന്തായി -3 കിട്ടും അല്ലെ. അപ്പൊ നോൺ സീറോ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, എക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ്. അപ്പൊ ബിക്ക് എത്രയും കൊടുക്കാമല്ലോ, നമ്മുടെ കയ്യിൽ എന്താ -∞ മുതൽ +∞ വരെ വാല്യൂ ഉണ്ട്. അപ്പൊ അത് ബിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതേ അനുസരിച്ച് അതേ ഇതിൽ വരുന്നുണ്ട്, എന്ത് കിട്ടും, എക്ക് -∞ ടു +∞ വരെ വാല്യൂസ് കിട്ടും. അതുകൊണ്ട് അവിടെ ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം. There exist infinite non-zero values
for A and B satisfies A into 2, 6, minus 4 plus B into 3, 9, minus 6 equal to 0. Hence, 2, 6, minus 4, 3, 9, minus 6 is linearly dependent in R3. Another question, check whether this set S equal to 6, 2, 3, 4, 0, 5, minus 3, 1, 0, 0, 7, minus 2 is a linearly independent in R4. Upon they are let A, B, C be real numbers such that A into 6, 2, 3, 4 plus B into 0, 5, minus 3, 1 plus C into 0, 0, 7, minus 2 equal to 0 vector. 1 layer multiply 6A, 2A, 3A, 4A plus 0, 5B, minus 3B, B plus 0, 0, 7C, minus 2C equal to 0, 0, 0, 0. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6A ഈക്വൽ ടു 0. കാരണം ഇവിടെ 6A ഉള്ളൂ, ഇവിടെ എന്ത് 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പോൾ 6A ഈക്വൽ ടു 0, എൻ്റെ വാല്യൂ എന്തായി 0 ആയി. ഇനി അടുത്ത് 2A, അടുത്ത് പ്ലസ് 5B ഈക്വൽ ടു അല്ലെ, ഈ ടൈം 0 അപ്പോൾ ഈക്വൽ ടു 0. എ ടൈം 0 ആയതുകൊണ്ട് എന്തായി 5ബിൻ്റെ ഈക്വൽ ടു 0. അപ്പോൾ ബി എന്തായി 0 ആയി. ഇനി അടുത്ത് 3A പ്ലസ് അല്ലെ ഈ മൈനസ് 3B പ്ലസ് 7C ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ 0 ആണ്, ബി 0. അപ്പോൾ എന്തായി ഇംപ്ലൈസ് 7C ഈക്വൽ ടു 0 ഇംപ്ലൈസ് C ഈക്വൽ ടു 0. അപ്പോൾ എ 0 കിട്ടി, ബി 0 കിട്ടി, സി ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ എന്ത് പറയാം, thus S is linearly ഇൻഡിപെൻഡൻറ്റ് അല്ലെ. അപ്പോൾ എല്ലാ ടേമുകളും 0 ആയി കഴിഞ്ഞാൽ എല്ലാ ആൽഫയും 0 ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേരാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇവിടെ എന്ത് നമ്മൾ ആൽഫ പകരം എടുത്തത് ഏതാണ്, എ ആണ്, ബി ആണ്, സി. അപ്പോൾ എ 0 ആയി, ബി 0 ആയി, സിയും 0. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ടു ഫങ്ഷൻസ് e raised to t, e raised to 2t are linearly dependent in C of close interval 0, 1. ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ let A, B be the two real numbers such that എങ്ങനെ എഴുതാം, A into e raised to t plus b into e raised to t equal to 0. ഇനി എന്തെങ്കിലും ഡിഫറൻഷ്യേറ്റ്, നമ്മൾ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ് എടുത്തത്, അതുകൊണ്ട് പ്ലസ് ഇ ഓഫ് 0. അപ്പോൾ എന്താവും എ ഇൻറ്റു ഇ റൈസ് ടു ടി ഡിഫറൻഷ്യൽ ഇ റൈസ് ടു ടി തന്നെയാണ്. ഇ റൈസ് ടു 2t ഡിഫറൻഷ്യൽ 2b ഇ റൈസ് ടു 2t ആയി ഈക്വൽ ടു 0. ഇതിന് ഇക്വേഷൻ 1, ഇതിന് ഇക്വേഷൻ 2. എന്ത് ചെയ്യുക, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്ത് കിട്ടും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ b ഇൻറ്റു ഇ റൈസ് ടു 2t ഈക്വൽ ടു 0. എന്തായി ബി ഈക്വൽ ടു 0. അപ്പോൾ എന്ത് ചെയ്യുക, പൊട്ട് ബി ഈക്വൽ ടു 0 ഇൻ ഇക്വേഷൻ 1 എന്ത് വരും, എ ഇൻറ്റു ഇ റൈസ് ടു ടി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എ ഈക്വൽ ടു 0. കാരണം എന്താ, ഇ റൈസ് ടു ടി ഒരിക്കലും എന്താവില്ല 0 അല്ല. അതേപോലെ തന്നെ ഇ റൈസ് ടു 2tയും എന്തല്ല, നോട്ട് ഈക്വൽ ടു 0 അല്ല. അതുകൊണ്ടാണ് ബാക്കി എന്തേ 0 ആവുള്ളൂ, ബി എ 0 ആവുള്ളൂ, ഇവിടെ എയും 0 ആവുള്ളൂ. എയും ബിയും എന്താണ് 0 ആയി. അപ്പോൾ എന്ത് പറയാം, hence the given function is linearly independent in C of close interval 0, 1. ശരിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ വെദർ ദി സെറ്റ് S equal to 1 plus x plus x square, x square plus 1 yes subset of P2
the vector space of polynomial of degree less than or equal to 2 is a linearly independent or linearly dependent. So നേരത്തെ ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്യുക, let a comma b comma c be the real numbers such that a into 1 plus x plus b into x plus x square plus c into x square plus 1 equal to 0. കാരണം ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഡിഗ്രി 2 ആണ് തന്നിട്ടുണ്ട് അല്ലേ, ഡിഗ്രി ലെസ് താൻ ഓർ ഈക്വൽ 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, എ ഇൻറ്റു 1 എന്നാണ് എ ഐ പ്ലസ് എ ഇൻറ്റു എക്സ് എ എക്സ്, അടുത്ത് ബി ഇൻറ്റു എക്സ് ബി എക്സ്, ബി ഇൻറ്റു എക്സ് സ്ക്വയർ ആകുമ്പോൾ ബി എക്സ് സ്ക്വയർ, ഈ സി ഇൻറ്റു എക്സ് സ്ക്വയർ ആകുമ്പോൾ സി എക്സ് സ്ക്വയർ പ്ലസ് സി ഈക്വൽ ടു 0. എ പ്ലസ് സി കിട്ടും ഒരു ഭാഗത്തേക്ക്. ഇനി അടുത്തത് എക്സിന് അല്ല, ഇവിടെ എക്സ് ഇവിടെ എക്സ് അപ്പോൾ എന്താവും, എക്സ് ഔട്ട് ചേർത്തു എ പ്ലസ് ബി കിട്ടി. അടുത്തത് ഈ ടേമിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ബി പ്ലസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ലേ, ഫസ്റ്റ് ഇക്വേറ്റ് കോൺസ്റ്റന്റ് നിൽക്കുമ്പോൾ എ പ്ലസ് സി ഈക്വൽ ടു 0 ഇക്വേഷൻ 1. ഇനി അടുത്ത ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 0 ഇക്വേഷൻ 2. ഇനി എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഇക്വേഷൻ 3. ഇനി എന്ത് ചെയ്യുക, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ല, ബി മൈനസ് സി കിട്ടും അല്ല ഈക്വൽ ടു 0. അതിന് ഇക്വേഷൻ 4 കൊടുത്തു. ഇക്വേഷൻ 3 എന്താണ്, ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണ്, ഇതിന് ഇക്വേഷൻ 3. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2b ഈക്വൽ ടു 0. അപ്പോൾ ബി ഈക്വൽ ടു 0 കിട്ടിയല്ലോ. അപ്പോൾ ബി ഈക്വൽ ടു 0 എന്ത് ചെയ്യുക, ഇക്വേഷൻ 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, സിൻ്റെ വാല്യൂ 0 കിട്ടും. ഇനി സി ഈക്വൽ ടു 0 ഇക്വേഷൻ 1 കൊടുത്താൽ എന്ത് കിട്ടും, എൻ്റെ വാല്യൂ 0 കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു 0 അല്ല. അപ്പോൾ എല്ലാം എന്തായി സ്കെയിലേഴ്സും 0 ആകുമ്പോൾ എന്ത് പറയാം, ഹെൻസ് ദ എസ് തന്ന എസ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ ഇതാണ് പോളിനോമിയൽ ആൻഡ് പീറ്റ്. ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ്. ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ തന്നെ, ലെറ്റ് വി ദി വെക്ടർ സ്പേസ് എ സബ്സെറ്റ് ഓഫ് ബി ഈസ് കാൾഡ് ബേസിസ് ഫോർ ദി വെക്ടർ സ്പേസ് ബി if B has the following property. First property, B is a linearly independent set ആയിരിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ B span B, span B equal to V ആയിരിക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് S equal to 1,1 minus 1,2 is a basis of R2. അപ്പോൾ എന്ത് ചെയ്യാം, let A, B be the real number such that എങ്ങനെ എഴുതാ, a into 1,1 plus b into minus 1,2 equal to 0. മൾട്ടിപ്ലൈ ചെയ്താൽ a, plus minus b, 2b equal to 0. മുന്നേ മാറ്റി ചെയ്തുമ്പോൾ എന്താവും, a minus b equal to 0, a plus 2b equal to 0. രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3b equal to 0. b equal to എന്തായി 0. എന്ത് ചെയ്യുക, ഈ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ബിൻ്റെ വാല്യൂ a മൈനസ് ബി ഈക്വൽ ടു 0യിൽ എന്ത് ചെയ്യുക, ബിൻ്റെ വാല്യൂ 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, a ഈക്വൽ ടു 0. അപ്പോൾ എയും ബിയും എന്തായി ഇവിടെ കിട്ടി, 0 കിട്ടി. അപ്പോൾ എന്താ പറയുക, ഹെൻസ് S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ശരിയായല്ലോ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാം. എന്താ പറഞ്ഞേ, രണ്ടാമത്തെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, സ്പാൻ അല്ലേ, ബി ഈക്വൽ ടു ബി ആണ് തെളിയിക്കുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ലെറ്റ് എക്സ് കോമ വൈ ബി ആൻ ആർബിട്രറി എലമെന്റ് ഓഫ് R2. We have to show that there exists a numbers a comma b such that a into 1,1 plus b into minus 1,2 equal to നമ്മൾ 0 എന്താക്കി നമ്മുടെ നമ്പർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് കോമ വൈ. ഇനി ഇതിന് എന്ത് ചെയ്യുക, എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടെത്തുക. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ എന്താവും, എ കോമ എ
പ്ലസ് അല്ലെ മൈനസ് ബി കോമ 2b ഈക്വൽ ടു എക്സ് കോമ വൈ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും എ മൈനസ് ബി ഈക്വൽ ടു എക്സ്. ഇനി ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ എന്താവും എ പ്ലസ് 2b ഈക്വൽ ടു വൈ. ഇതേപോലെ ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3b ഈക്വൽ ടു വൈ മൈനസ് എക്സ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്തായി വൈ മൈനസ് എക്സ് ബൈ 3 കിട്ടും. ഇനി ഇതിൽ കൊടുക്കുക എ മൈനസ് ബി ഈക്വൽ ടു എക്സ് കൊടുക്കുമ്പോൾ എ ഈക്വൽ ടു എന്തായി എക്സ് പ്ലസ് ബി ആയി. ഇനി എക്സിൻ്റെ അല്ല ബിൻ്റെ വാല്യൂ എന്തായിരുന്നു വൈ മൈനസ് എക്സ് ബൈ 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x പ്ലസ് വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 3. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെ 3x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 2x പ്ലസ് വൈ ബൈ 3t. എങ്ങനെ നമ്മൾ എഴുതിയിരുന്ന ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി എങ്ങനെയായിരുന്നു അല്ലെ ഇവിടെ ഈ രീതിയിലായിരുന്നു. അപ്പോൾ എ ഇൻറ്റു 1,1 പ്ലസ് ബി ഇൻറ്റു മൈനസ് 1,2 ഈക്വൽ ടു എക്സ് കോമ വൈ. ഇനി എ എത്രയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് 2x പ്ലസ് വൈ ബൈ 3 ഇൻറ്റു 1,1 പ്ലസ് ബി എത്രയാണ് y മൈനസ് എക്സ് ബൈ 3 അല്ലെ y മൈനസ് എക്സ് ബൈ 3 ഇൻറ്റു മൈനസ് 1,2 ഈക്വൽ ടു എക്സ് കോമ വൈ. അപ്പോൾ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റി. Thus, every element of R2 can be written as linear combination of the vector in S, and so the span of S equal to R2. Hence, S is basis of R2 അല്ലെ basis എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് S equal to 1, x square is the basis for the vector space P2 of all real polynomials of degree less than or equal to 2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിനെ അല്ലേ ലെറ്റ് a, b, c be the real numbers such that a into 1 plus b into x plus c into x square equal to 0. ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ കോൺസ്റ്റന്റ് ടൈം a into 0 ആണ്. ഇനി x ടൈം ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 p equal to 0 ആണ്. സിന്റെ വാല്യൂം 0 ആണ് അല്ലെ. അപ്പോൾ എന്തായാലും എയും ബിയും സിയും 0 ആയതുകൊണ്ട് എന്താ പറയാ ഹെൻസ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലെ സബ്സെറ്റ് ഓഫ് P2 എന്ന് ഉദ്ദേശിച്ചത് എന്താണ് പോളിനോമിയൽ ഡിഗ്രി 2 ആയതിനെയാണ്. അപ്പോൾ ഇത് അങ്ങനെ കിട്ടി ശരിയല്ലോ. ഇനി എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻ അറിയാലോ അല്ലെ എന്തായിരുന്നു a0 പ്ലസ് അല്ലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ ആണ്. ഇവർ a0, a1, a2 ആർ റിയൽ നമ്പേഴ്സ് and hence is linear combination of vectors linear combination of vectors of S. And therefore the span of S equal to P2 and hence S is a basis of P2 ശരിയല്ലോ. അപ്പോൾ പോളിനോമിയൽ കേസിൽ എന്താണിത് ബേസിസ് ആണ്. ഇനി അടുത്ത ടോപ്പിക് ഡയമെൻഷൻ ഓഫ് എ വെക്റ്റർ സ്പേസ്. ഇനി ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് ബി ബി ദി ബേസിസ് ഓഫ് വെക്റ്റർ സ്പേസ് വി. If B is a finite, then the vector space V is called finite dimension. അപ്പോൾ finite B എന്ന് finite basis ഉണ്ടെങ്കിൽ അതിന് finite dimension എന്ന് പറയും. And the number of elements B is called the dimension of V. അപ്പോൾ ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ അതിന് നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി if B has a n vectors, the vector space is V is called n dimensional, written as dimension V equal to. അപ്പോൾ n വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയാം ഡയമെൻഷൻ എത്രയാണ് n എന്ന് പറയാം. ഇനി അടുത്തത് if the
ബേസ് is b infinite, the vector space v is called infinite dimensional. ഇപ്പോൾ ഇൻഫൈനൈറ്റ് ഉണ്ടെങ്കിൽ അഥവാ എക്സെട്ര ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് പറയാം. ഇനി ഇഫ് വി ഈക്വൽ ടു സിംഗിൾട്ടൺ 0 അല്ലേ, അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, 0 നമ്മൾ 0 സബ്സ്പേസ് അല്ലെങ്കിൽ 0 വെക്ടർ ഒക്കെ പറയാറുണ്ട്. we say that v has dimension is 0. അപ്പോൾ div equal to 0 ആണ്. അപ്പോൾ ഡയമെൻഷനെ സൂചിപ്പിക്കുന്നത് dm അല്ലെ, dim എന്ന് പറയുന്നു, മറ്റൊരു വായിക്കാം. അപ്പോൾ v equal to n ആണ്. ഇനി അടുത്തത് n സ്പേസ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. A vector in n space is ordered n tuple a equal to a1, a2, etc. n of a real numbers is called the components of a. അപ്പോൾ ഇതിനെ ഓരോ a1, a2 അതിനൊക്കെ കമ്പോണൻസ് എന്ന് പറഞ്ഞത് a. The vectors in n space denoted by rn. അപ്പോൾ n സ്പേസിന് പറയുന്നത് rn ആണ്. ഇതിൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയും അല്ല, n ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ പറയുമ്പോൾ എന്താണ്, n ആണ്. ഇനി the zero vectors Rn is 0 equal to 0, 0, 0, etc. to 0. ഇനി അടുത്തത് the notation of the length or magnitude or norm. അപ്പോൾ ഓർക്കുക, ലെങ്ത് പറഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാലും നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ പറഞ്ഞത്, നോം ഈക്വൽ ടു റൂട്ട് ഓഫ് ദി നോം ആണ് വായിക്കുക. നോം ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര an സ്ക്വയർ അല്ല. നമ്മുടെ ലെങ്ത്തും മാഗ്നിറ്റ്യൂഡും പറഞ്ഞു അതേപോലെ തന്നെ ഒരു മാറ്റം വരുത്തുന്നുള്ളൂ, നോം എന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ഇതിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ 1 അല്ല, 1 ഇട്ടുമ്പോൾ ഇതിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഈക്വൽ ടു എ ബൈ നോം എ ആണ്. ഒരു എക്സാമ്പിൾ എന്താണ് പറഞ്ഞുള്ളത്, ഇഫ് എ ഈക്വൽ ടു 2, 3, 0, 4, -1 in belongs to R5, find the norm എ ആൻഡ് യൂണിറ്റ് വെക്ടർ. നമുക്ക് നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ അറിയാലോ അല്ലെ, റൂട്ട് ഓഫ് ഇതിന്റെ ഓരോന്നിനും സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ. എന്തായി, റൂട്ട് ഓഫ് 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 0 സ്ക്വയർ 0, 4 സ്ക്വയർ 16, -1 സ്ക്വയർ 1. ഒക്കെ പാടെ ആഡ് ചെയ്താവും അല്ലെ, 17 ഒക്കെ പാടെ 13 റൂട്ട് 13 കിട്ടും. ശരിയല്ലോ. ഇനി അടുത്തെന്താണ്, യൂണിറ്റ് വെക്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബൈ നോം എ ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ, 2, 3, 0, 4, -1. ഈ നോം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാണ്, റൂട്ട് 30. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ.